പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം എൻ്റെ ആജീവനാന്ത ശത്രുവായിരുന്നു ഈ പുട്ട്. മിക്ക ദിവസങ്ങളിലും വീട്ടിൽ പുട്ടായിരിക്കും ഉണ്ടാക്കുക. അമ്മയ്ക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്നതുകൊണ്ട് തന്നെ എല്ലാ കറീനോടൊപ്പം ഇത് സെറ്റ് ആവുന്നതുകൊണ്ടും മിക്ക ദിവസങ്ങളിലും എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ഈ പുട്ടാണ് ഉണ്ടാവുക. അന്നൊക്കെ ഇത് കാണുന്നത് തന്നെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നീട് ഇപ്പോൾ ഒരുപാട് കഴിഞ്ഞ് ഞാനിപ്പോൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം ഞാനും ഇപ്പോൾ ഡെയിലി വീട്ടിലുണ്ടാക്കുന്നത് പുട്ടാണ്. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ മിക്കവാറും ദിവസങ്ങളിലും പുട്ടായിരിക്കും ഉണ്ടാക്കുക. ഡെയിലി ഒരേ സ്റ്റൈലിലുള്ള പുട്ട് കഴിച്ച് കഴിച്ച് എനിക്കും മതിയായി, വീട്ടുകാർക്കും മതിയായി. അങ്ങനെയാണ് ഞാൻ പുട്ടിൽ ഓരോരോ പരീക്ഷണങ്ങൾ ചെയ്തു തുടങ്ങിയത്. പുട്ട് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കത് കഴിക്കാനും കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇന്ന് ഒരു ക്യാരറ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് അത് ഗ്രേറ്റ് ചെയ്ത് അതും പുട്ടിനോടുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ആവി കൊള്ളിച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ വെറുതെ പോലും ഈ പുട്ട് കഴിക്കാൻ കൊള്ളാം. ഇത് കറിയൊന്നും ഇല്ലെങ്കിൽ കൂടി നമുക്കിത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുമാണ്, നമുക്കത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ നിങ്ങളും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.